ഫ്രാൻസുമായി ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിരോധ കരാർ ഒപ്പിടാനൊരുങ്ങി ഇന്ത്യ. വ്യോമസേനയ്ക്കായി 114 റഫാൽ യുദ്ധവിമാനങ്ങളും നാവികസേനയ്ക്കായി 6 P-8A പെട്രോളിംഗ് വിമാനങ്ങളും വാങ്ങും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇതിനുള്ള അനുമതി നൽകി. KP അഭിലാഷ് വിവരങ്ങൾ നൽകും. അഭിലാഷ്, ചരിത്രത്തിൽ തന്നെ എത്രയും വലിയൊരു കരാറിന് ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ അതിന് പിന്നിൽ ചില കാരണങ്ങൾ കൂടി ഉണ്ടാകുമല്ലോ. ഈ നമ്മളുടെ സ്ക്വാഡ്രണങ്ങളുടെ എണ്ണം കുറവാണ്, അതായത് അനുവദനീയ എണ്ണത്തിൽ കുറവാണ് എന്നത് ശരി തന്നെ. പക്ഷേ അപ്പോഴും ഈ സമീപകാലത്ത് ഉടലെടുത്ത കുറേ രാഷ്ട്രീയ സാഹചര്യം കൂടി ഇതിന് പ്രേരകമല്ലേ? തീർച്ചയായും എന്തൊക്കെയാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള കരാറിൻ്റെ ഉള്ളടക്കം എന്നത് ഇപ്പോൾ കഴിഞ്ഞ വാർത്തകളിൽ അടക്കം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചതാണ്. എങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കരാറിലേക്ക് ഏർപ്പെടുന്നത് എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവിടെയാണ് എൽദോ സൂചിപ്പിച്ചതുപോലെ മാറുന്ന ലോകക്രമം എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആകാശപാതകൾക്ക് സുരക്ഷയൊരുക്കിയിരുന്ന ജാഗ്വാർ, സുഖോയ്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് പോലെയുള്ള വിമാനങ്ങൾ ഇപ്പോൾ തന്നെ പട്ടികയിലുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മിഗ് വിമാനങ്ങൾ തങ്ങളുടെ സേവനം അവസാനിപ്പിച്ചു എന്നതാണ്. അവിടെയാണ് കരുത്തുറ്റ വിമാനം ആയിട്ടുള്ള റഫേലിൻ്റെ ശേഷി ഇന്ത്യ വർദ്ധിപ്പിക്കുന്നത്. നിലവിൽ 36 റഫേൽ വിമാനങ്ങളാണ് ഇന്ത്യക്കുള്ളത് എങ്കിൽ അതിലേക്കാണ് 114 വിമാനങ്ങൾ കൂടി കടന്നു വരുന്നത്. അത് അയൽ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കുണ്ടാകുന്ന ഭീഷണി തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടത് എൽദോ. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള ചൈനയിൽ നിന്ന് നിരന്തരമായി ഇന്ത്യക്ക് ഭീഷണി ഉയരുന്ന സാഹചര്യമുണ്ട്. 2020 ഗാൽവാൻ താഴ്വരയിൽ ഉണ്ടായിട്ടുള്ള ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രകോപനമടക്കം ഇപ്പോഴും പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയായിട്ടുള്ള MM നരവനെയുടെ പുസ്തകത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ആണ്. ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചൈനീസ് സേന അതിക്രമം നടത്തിയിരുന്നു എന്ന വെളിപ്പെടുത്തലടക്കം ഈ പുസ്തകത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇന്ത്യക്ക് വലിയ ഭീഷണിയായി നിലനിൽക്കുന്നത് ചൈന തന്നെയാണ്. അപ്പോൾ ചൈന പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ ആക്രമണത്തെ തടയുവാൻ കൂടി ശേഷിയുള്ള വിമാനങ്ങളും അതോടൊപ്പം തന്നെ അത്തരം മിസൈലുകൾ അടക്കം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വിമാനങ്ങൾ ആണ് റഫേൽ എന്നതാണ്. അതായത് ഏറ്റവും പ്രഹരശേഷിയുള്ള മിസൈലുകൾ ആണ് റഫാൽ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് എയർ ടു എയർ മാത്രമല്ല എയർ ടു ഗ്രൗണ്ട് എന്ന നിലയിലും പ്രയോഗിക്കാൻ സാധിക്കുന്നു എന്നതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു കരാറിന് മുൻതൂക്കം നൽകുന്നത്. മറ്റൊന്ന് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യയുമായി തർക്കത്തിലേർപ്പെടുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നത് തന്നെയാണ് നേരത്തെ പഹൽഗാമിനുണ്ടായ ഭീകരാക്രമണം, അതിനുശേഷം ഇന്ത്യ നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ മറുപടി. ഇതിനുശേഷം ഭീകര കേന്ദ്രങ്ങൾ കൂടുതൽ കരുത്താർജിക്കും ാനുള്ള ശ്രമം പാകിസ്ഥാനിൽ ഉണ്ട് എന്ന് മാത്രവുമല്ല, പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ ഇന്ത്യയുമായി വലിയ തോതിലുള്ള തർക്കം തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. മറ്റൊന്ന് ബംഗ്ലാദേശിൽ അല്പസമയം മുമ്പ് നമ്മൾ ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അവിടെ നേരത്തെ ഷെയ്ഖ് ഹസീന അധികാരത്തിലിരിക്കുമ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യം ആയിരിക്കില്ല ഇനി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശ് തിരികെ ആവശ്യപ്പെട്ടിട്ടുള്ള പശ്ചാത്തലം കൂടിയുണ്ട്. അത് ഇടക്കാല സർക്കാരാണ് നിലവിൽ ഉള്ളത് എങ്കിൽ അവിടെ ഒരു സുസ്ഥിര സർക്കാർ വരികയും ഇന്ത്യയുമായി അകൽച്ച തുടരുകയും ചെയ്യുകയാണ് എങ്കിൽ ആ ഭീഷണിയെ നമുക്ക് തള്ളിക്കളയാനാവില്ല. മറ്റൊന്ന് അഫ്ഗാനിസ്ഥാനാണ്. താലിബാൻ ഭരണകൂടമാണ് അഫ്ഗാനിസ്ഥാനിൽ ഉള്ളത് എങ്കിൽ പോലും താലിബാൻ ഇപ്പോൾ ഇന്ത്യയുമായി മികച്ച സൗഹൃദം പുലർത്തുന്നുണ്ട്. പക്ഷേ അവിടെയും രാഷ്ട്രീയ സാഹചര്യം മാറി വരാം. നേപ്പാൾ, ഭൂട്ടാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളിൽ അടക്കം മറ്റ് രാജ്യങ്ങൾ താവളങ്ങളാക്കുകയോ അതിനെ സങ്കേതമാക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇന്ത്യ ഇപ്പോൾ അമേരിക്കയുമായി വ്യാപാര കരാർ ഒപ്പിട്ടതോടുകൂടി ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തമായിട്ടുണ്ട്. പക്ഷേ ഓർക്കേണ്ടത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുടർന്ന സമയത്ത് പാകിസ്ഥാൻ പല ഇടപെടലുകളും നടത്തിയിരുന്നു. പാക് പ്രധാനമന്ത്രി നിരന്തരമായി അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. അസീം മുനീർ പലപ്പോഴായി അമേരിക്കയിൽ പോയി സന്ദർശനം നടത്തി. അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിന് സമാധാന നൊബേൽ നൽകണമെന്ന ശുപാർശയും നൽകി. അങ്ങനെയാണ് പാകിസ്ഥാൻ അവസരത്തെ പ്രയോജനപ്പെടുത്തുന്നത്. ഇപ്പോഴാകട്ടെ റഷ്യ, ഇന്ത്യയുമായി സഹകരണത്തിലുണ്ടായിരുന്ന റഷ്യ പാകിസ്ഥാന് പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയാണുള്ളത്. ഇങ്ങനെ അയൽ രാജ്യങ്ങളുടെ രാഷ്ട്രീയവും നിലപാടുകളും മാറുന്ന സാഹചര്യത്തിൽ ആണ് ഇന്ത്യ സുപ്രധാനമായിട്ടുള്ള കരാറിൽ ഒപ്പുവെക്കാൻ പോകുന്നത് എൽദോ. മാറുന്ന ലോകക്രമം, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇന്ത്യക്ക് എത്രമാത്രം വലിയൊരു കരാറിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളിലേക്ക് എത്തിച്ചതും. നമുക്ക് സ്ക്രീനിൽ കാണാം പുതിയ സാഹചര്യങ്ങളെല്ലാം. എന്താണെങ്കിലും വലിയൊരു കരാറിലേക്കാണ് ഇന്ത്യ പോകുന്നത്. ഈ കരാറിൻ്റെ കൂടുതൽ വിവരങ്ങൾ എപ്പോഴത്തേക്ക് ലഭ്യമാകും അഭിലാഷ്? അതുകൂടി റൈറ്റ് വലിയൊരു
പ്രതിരോധ രംഗത്തെ കരാറിലാണ് ഇന്ത്യ ഇപ്പോൾ 114 റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിലേക്ക് എത്തുന്നത്. അതായത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കരാറായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. കാരണം ഏതാണ്ട് 3.25 ലക്ഷം കോടി രൂപ ഇതിനായി ഇന്ത്യ ചെലവഴിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മാസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലേക്ക് എത്തുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി ഇതിനെ ചേർത്ത് വെക്കണം. അതിന് മുന്നോടിയായിട്ടാണ് ഡിഫൻസ് അക്വസിഷൻ കൗൺസിൽ ഇതിനെല്ലാം അനുമതിയും നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.